So today we are going to start the paper entitled Probability Distributions and Limit Theorems. So this is our first lecture in this topic. So in this video I am planning to give a very brief introduction to this paper, so mainly probability distributions, and in the subsequent videos I hope to provide you further details of this paper. Okay, so ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ് പ്രോബബിലിറ്റി എന്നും അതിൻ്റെ റാൻഡം എക്സ്പെരിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക, എന്നിട്ട് നമുക്ക് ഫർദർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ വാട്ട് യു മീൻ ബൈ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി നിങ്ങൾക്കറിയാം, പ്രോബബിലിറ്റി ആ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ മേ ബി ഗാംബ്ലിങ്ങുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ആ ഗാംബ്ലിങ് ഇറ്റ്സ് എന്താ പറയുക, അതൊരു റാൻഡം പ്രൊസീജിയറാണ്, ഒരു റാൻഡംനെസ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. ഒരു പർട്ടിക്കുലർ ട്രോസിൽ എന്തും വരാം, സെറ്റ് ഓഫ് ഔട്ട്കംസിൽ ഏത് വേണമെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രയൽ സംഭവിക്കാം. സോ വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് ഇൻ അഡ്വാൻസ്. So there exists a randomness. So probability is a study of randomness of the uncertainty in an experiment. So ഒരു എക്സ്പെരിമെൻറ്റിലുള്ള അൺസർട്ടനിറ്റിയുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡംനെസ് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പ്രോബബിലിറ്റി. ക്ലിയർ? സോ ഇറ്റ് ഗീവ്സ് ദ ന്യൂമറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഒക്കൂർ. സോ ഒരു ഈവൻറ്റിൻ്റെ ഒക്കൂറൻസ്, അതിൻ്റെ ചാൻസ് ഓഫ് ഒക്കൂറൻസ് നമ്മളൊരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ബിറ്റ്വീൻ 0-1 അതിൻ്റെ ചാൻസ് ഓഫ് ഒക്കറൻസ് കൊണ്ടുവരികയാണ്. ക്ലിയർ? ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി. സോ ബേസിക്കലി ഒരു എക്സ്പെരിമെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് വൺ ഓഫ് കോഴ്സ് നോൺ ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയും. സോ വാട്ട് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്? സോ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ഇതിൻ്റെതാണ് വരിക. ക്ലിയർ? സോ ആൻ എക്സ്പെരിമെൻറ്റ് ഹൂസ് റിസൾട്ട് ഈസ് സെർട്ടൈൻ ഓർ പ്രെഡിക്റ്റബിൾ ഇൻ അഡ്വാൻസ്, അതാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. സോ ഫോർ എക്സാമ്പിൾ ആൻ എക്സ്പെരിമെൻറ്റ് ടു വെരിഫൈ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. സോ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് ബൈ മാത്തമാറ്റിക്കൽ ഫോർമുല നമുക്കറിയാം. സോ അത് തന്നെ കിട്ടും. സോ ഇറ്റ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. സോ the next one is the random experiment. So നമ്മുടെ ഇൻട്രസ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റിലാണ്. സോ there comes the randomness. So random experiment means it is an experiment whose result is uncertain or not predictable in advance. Clear? So we cannot predict the output of a random experiment in advance. പക്ഷേ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഔട്ട്പുട്ട് ഇന്ന വാല്യൂസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ? സോ പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് അഡ്വാൻസിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദോസ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആർ കോൾഡ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ആൻഡ് ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ, ടോസിങ് എ ഫെയർ ഡൈ, ആൻഡ് ഓർ ടേക്കിംഗ് എ കാർഡ് ഫ്രം എ ബൾക്ക് ഓഫ് 52 cards, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഏത് ആ കാർഡിൻ്റെ അകത്തുള്ള ചിഹ്നം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത് വെൽ ഷഫിൾഡ് ആണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? സോ ദോസ് ആർ റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. സോ ഇതൊക്കെ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. സാമ്പിൾ സ്പേസ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ടോസിങ് എ കോയിൻ ആണെങ്കിൽ സാമ്പിൾ സ്പേസ് ഈസ് നത്തിങ് ബട്ട് സെറ്റ്, ഹെഡ് ആൻഡ് ടെയിൽ. ക്ലിയർ? ദെൻ ഈവൻസ് മീൻസ് ഈവൻസ് ഈസ് നത്തിങ് ബട്ട് സബ്സെറ്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ്. സോ ഈവൻസ് ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. നമ്മുടെ ഇപ്പോൾ ഗാംബ്ലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡൈറ്റോസിങ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഗാംബ്ലിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ, സോ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരാൾ ജയിക്കും, ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫെയിൽ ആവുമെന്നാണ്. സോ നമ്മുടെ ഒരു ഈവൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഡ് നമ്പേഴ്സായി. അപ്പം ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് 1, 3, 5. സോ ഈ ഒരു ഈവൻ്റാണ് എൻ്റെ വിജയത്തിനെ നിർണ്ണയിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരിക. സോ അതാണ് ഈവൻറ്റ്സ്, നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട്സ് ഫ്രം ദ സാമ്പിൾ സ്പേസ്. സോ സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ്സാണ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അതൊക്കെ ക്ലിയർ ആണ്.
ദെൻ വാട്ട് ഈസ് റാൻഡം വേരിയബിൾ? സോ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ളത് മുഴുവൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹെഡ്, ടെയിൽ, ഫേസ് 1, ഫേസ് 2 അങ്ങനെയൊക്കെയാണ്. സോ വി നീഡ് എ ഫംഗ്ഷൻ വിച്ച് കണക്ട്സ് ദിസ് സാമ്പിൾ സ്പേസ് ടു റിയൽ ലൈൻ. സോ ദെൻ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷനൊക്കെ നമുക്ക് അത് വെച്ച് നടത്താൻ പറ്റും. ക്ലിയർ? അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിലുള്ളത് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് അതിനെ ഓരോ ഔട്ട്പുട്ടിനെയും നമുക്കൊരു റിയൽ ലൈനിലെ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഇസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഹെഡ് കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് ഇസ് നത്തിങ് ബട്ട് ഹെഡ് കൊമ ടെയിൽ. സോ വി ക്യാൻ യൂസ് എ സിമ്പിൾ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ എക്സ്. സോ ഹെഡ് വരുമ്പോൾ 1ഉം ടെയിൽ വരുമ്പോൾ 0യും. സോ എക്സ് ഈക്വൽ ടു 0 ഇഫ് ഹെഡ് ഓക്കേഴ്സ്, ടെയിൽ ഓക്കേഴ്സ് 1 ഇഫ് ഹെഡ് ഓക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു റാൻഡം വേരിയബിൾ സെറ്റ് ചെയ്യാം. ക്ലിയർ? സോ പിന്നെ ഈ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ടു ഒക്കൂർ എന്ന് പറയുന്നതിന് ഈക്വലാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഒക്കൂറൻസ് ഓഫ് ടെയിൽ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. ക്ലിയർ? സോ ദെൻ ഇനി അങ്ങോട്ട് നമുക്ക് പിന്നെ എക്സിൻ്റെ റാൻഡംനെസ്സിനെ പറ്റിയിട്ട് എക്സ് 0യും 1ഉം എടുക്കാനുള്ള പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് റാൻഡം വേരിയബിൾ. സോ ദിസ് റാൻഡം വേരിയബിൾ ക്യാൻ ബി ഡിസ്ക്രീറ്റ് ആസ് വെൽ ആസ് കണ്ടിന്യൂസ്. ക്ലിയർ? രണ്ട് സിറ്റുവേഷനും വരാം. സപ്പോസ് ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമ്മൾ കോയിൻ ടോസിങ് അല്ലെങ്കിൽ സപ്പോസ് വി കൺസിഡർ ആൻ എക്സ്പെരിമെൻറ്റ് of tossing a coin say small n times. Clear? Small n times. Then suppose x denotes the number of heads out of n trials. So n times ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഹെഡ് കിട്ടും എന്നുള്ളതാണ് x. It can be 0 if all the trials are tails. Clear? So x can be 0, 1, 2 up to n. n വരുന്ന എപ്പോഴാണ്? എല്ലാം ഹെഡ് ആകുമ്പോൾ. ക്ലിയർ? സോ അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു n ആണ്. സോ ക്ലിയർ? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ക്ലിയർ? സോ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാൻഡം വേരിയബിളിന് ഒന്നുകിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? ഇത്രയേ പാടുള്ളൂ, അൺകൗണ്ടബിൾ പാടില്ല. ക്ലിയർ? കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പേഴ്സ്. സോ അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ സെക്കൻഡ് വൺ പറഞ്ഞിട്ടുണ്ട്, കൗണ്ടബിളി ഇൻഫിനിറ്റ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് പെർ മന്ത്. If suppose the random variable x denotes the number of accidents per month. Clear? ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ റോഡിൽ ഒരു മാസം ഉണ്ടായിട്ടുള്ള നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്. സോ ഇറ്റ് ക്യാൻ ബി 0, ഇറ്റ് ക്യാൻ ബി 1, ഇറ്റ് ക്യാൻ ബി 2, ഇറ്റ് ക്യാൻ ബി 3, ഇറ്റ് ക്യാൻ ബി ഇൻഫിനിറ്റി ഓൾസോ. പക്ഷേ അത് കൗണ്ടബിൾ ആണ്. 0, 1, 2, 3 കൗണ്ടബിൾ മീൻസ് നമുക്കൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതിന് എടുക്കാൻ പറ്റുന്ന അടുത്ത വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 10 കഴിഞ്ഞാൽ 11, 12, 13 അങ്ങനെ. ക്ലിയർ? സോ ഇറ്റ് ഈസ് കൗണ്ടബിൾ. നമുക്കിങ്ങനെ കൗണ്ട് ചെയ്ത് എടുക്കാം. ക്ലിയർ? സോ ഇങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് കോൾ ചെയ്യും. ക്ലിയർ? ദെൻ വാട്ട് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? It can take all possible values between certain limits. Clear? We can't form a one-to-one correspondence between the values of x with a set of positive integers. Clear? അതായത് നമുക്ക് ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസിനെ ഈ പോസിറ്റീവ് 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന സെറ്റുമായിട്ടൊരു 1-to-1 കറസ്പോണ്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇന്ന വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെഷറിങ് ദ ഹൈറ്റ്. സപ്പോസ് എക്സ് ഡിനോട്ട്സ് ദ ഹൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ക്ലിയർ? ഒരാളുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടിന്യൂസ് സ്കെയിലിൽ മെഷർ ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് ഹൈറ്റ് 100.00012 അങ്ങനെ എത്ര ഫ്രാക്ഷൻ വേണമെങ്കിലും അതിനകത്ത് വരാം. ക്ലിയർ? ടെമ്പറേച്ചർ, ഹൈറ്റ്, വെയ്റ്റ് ഇതൊക്കെ കണ്ടിന്യൂസ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ക്ലിയർ? അത് ഹൈറ്റ് 100, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 100 കഴിഞ്ഞാൽ പിന്നെ 101 വരുള്ളൂ, പിന്നെ 102 വരുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. 100നും 101നും ഇടയിൽ ഒരുപാട് ഫ്രാക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഹൈറ്റിന് മെഷർ ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്കെയിൽ വി ആർ യൂസിങ്. ക്ലിയർ? സോ അതൊരു കണ്ടിന്യൂസ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. സോ അതിന് നമുക്കൊരു റേഞ്ച് പറയാൻ പറ്റുള്ളൂ. ഹൈറ്റ് ആയതുകൊണ്ട് 0 to ഇൻഫിനിറ്റി എന്ന് പറയാം. ഹൈറ്റ് ഒരിക്കലും നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കും ഹൈറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി ചെറിയ ഇൻ്റർവെൽ ആക്കാം. 0 to 500 ഹ്യൂമൻസിൻ്റെ ഹൈറ്റ് വരുള്ളൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. 0 to 500 എന്നുള്ള രീതിയിൽ. സോ
എനിവേ അതൊരു കണ്ടിന്യൂസ് ഇൻ്റർവലാണ്. ആ ഇൻ്റർവലിൻ്റെ അകത്തുള്ള ഏതോ ഫ്രാക്ഷനും എത്ര മൈന്യൂട്ട് പോയിൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, ഹൈറ്റ് മെഷർ ചെയ്യാം. സോ ഇറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. സോ ഇനി നമ്മൾ ഫർദർ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പറയാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എടുക്കും. സോ വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ പറ്റി പറയും. അതായത് ഓരോ സിറ്റുവേഷൻ്റെ അകത്തും നമ്മൾ ഓരോ ടൈപ്പ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് ഔട്ട് ഓഫ് n ടോസ് ഓഫ് എ കോയിൻ ആണെങ്കിൽ എക്സിന് 0, 1, 2, 3 എക്സെട്ര അപ് ടു n എടുക്കാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ആക്സിഡൻസ് പെർ മന്ത് ആണെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് 0, 1, 2, 3 എക്സെട്ര, അത് ഇൻഫിനിറ്റിക്ക് ഇങ്ങനെ പോകും. ക്ലിയർ? സോ അങ്ങനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റാൻഡം വേരിയബിൾ ഓർ ദ സിറ്റുവേഷൻ വി ഡിഫൈൻ എ നമ്പർ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. സോ നമുക്ക് ഈ എക്സിൻ്റെ ചാൻസ് ഓഫ് ഒക്കൂറൻസ് കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഒരു മെത്തേഡാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ അതിൻ്റെ ആ പ്രോബബിലിറ്റീസിൻ്റെ ആ ഒരു അതായത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ജനറൽ സ്മോൾ എക്സിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇൻ ഡിസ്ക്രീറ്റ് കേസ്. ആൻഡ് കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈക്വലൻ്റ് അല്ല, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. സോ നമ്മൾ ഈ ഒരു രണ്ട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്തും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനകത്തും. സോ ദോസ് ഫംഗ്ഷൻസ് ഇൻ ഡിസ്ക്രീറ്റ് കേസ് വി കോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. കറസ്പോണ്ടിങ്ങിലി കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പഠിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നോക്കും 1 by 1 ആയിട്ട്. സോ അത് നമുക്ക് കമ്മിങ് ക്ലാസ്സുകളിൽ നോക്കാം.